ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേണീസി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ ആസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അതുകൂടാതെ ഇന്ന് നമ്മൾ ഡിവിഷൻ പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് റിമൈൻഡർ വരാതെ നമ്മൾ ചെയ്യുന്ന ഡിവൈഡ് 2 ഡിജിറ്റ് നമ്പർ ബൈ 1 ഡിജിറ്റ് നമ്പർ. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞിട്ട്. നമുക്കത് നോക്കാം അല്ലേ? ക്വസ്റ്റ്യൻ എന്താ അവിടെ പറയുന്നത്? 8 ബോൺസ് ആർ ടു ബി ഡിവൈഡഡ് ബിറ്റ്വീൻ 2 ഡോഗ്സ്. ഹൗ മെനി ഡോഗ്സ് ഡസ് ഈച്ച് ഡോഗ് ഗെറ്റ്? ഓക്കെ, അവിടെ എത്ര ബോൺസ് ഉണ്ട്? ടോട്ടൽ 8 ബോൺസ് ഉണ്ട്. ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ? 8 ബോൺസ് ഉണ്ട്. അത് ആർക്കൊക്കെ ഡിവൈഡ് ചെയ്യണം? 2 ഡോഗ്സിന് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 8 ബോൺസ് നമുക്ക് എടുക്കാം അല്ലേ? നമ്മുടെ കയ്യിൽ എത്ര ബോൺസ് ഉണ്ട്? ടോട്ടൽ 8 ബോൺസ് ഉണ്ട്. അതിന് എത്ര ഡോഗ്സിനാണ്? ബിറ്റ്വീൻ 2 ഡോഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ? 8ൽ നിന്ന് ആദ്യം 2 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 8ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 6. ദെൻ അഗൈൻ 6 മൈനസ് 2 എത്രയാണ്? 4. ദെൻ അഗൈൻ 4 മൈനസ് 2 എത്രയാണ്? 2. 2 മൈനസ് 2 0. അപ്പോൾ എത്രയാണ്? എത്ര ടൈംസ് നമ്മളിവിടെ സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്? 4 ടൈംസിൽ. സോ ദ ആൻസർ ഈസ് 8 ഡിവൈഡഡ് ബൈ 2 ഈസ് ഇക്വൽ ടു 4. സോ ഈച്ച് ഡോഗ് ഗെറ്റ്സ് 4 ബോൺസ് അല്ലേ? ഓരോ ഡോഗ്സിനും എത്ര ബോൺസ് വീതം കിട്ടും? 4 ബോൺസ് വീതം കിട്ടും അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ അത്? എങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി അല്ലേ? ഡിവൈഡ് 2 ഡിജിറ്റ് ബൈ 1 ഡിജിറ്റ് ആണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 75 ഡിവൈഡഡ് ബൈ 5. ഒരു ക്വസ്റ്റ്യൻ ഞാനവിടെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്കിതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ബസ് സ്റ്റോപ്പ് വരയ്ക്കാം. എന്താണിത്? ഇത് എൻ്റെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ ഞാൻ 75 ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. അവരുടെ പേരാണ് ഡിവിഡൻറ്റ്. അതിൻ്റെ ഔട്ട്സൈഡ് ഞാനൊരു 5 സ്റ്റുഡൻസിനെ നിർത്തിയിട്ടുണ്ട്. അവരുടെ പേരാണ് ഡിവൈസർ. എന്താണ്? ഡിവൈസർ. ഓക്കെ, നമുക്കിനി ഇതിനെ സോൾവ് ചെയ്യാം. ആദ്യം നമ്മൾ 7 എന്ന് പറയുന്ന നമ്പറിൽ എത്ര ടൈംസ് 5 പോകും നോക്കണം. ഓക്കെ, 7 എന്ന് പറയുന്ന നമ്പറിൽ എത്ര ടൈംസ് 5 പോവും? 1 ടൈം പോവും അല്ലേ? ബാക്കി എത്രയുണ്ട്? ബാക്കി 2 ഇല്ലേ? 7 ഫിംഗേഴ്സ് എടുത്ത് അതിൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഇല്ലേ? 2 നമ്മൾ എവിടെ എഴുതണം? 5ൻ്റെ സൈഡിൽ എഴുതണം. അപ്പോൾ 25 ആയി. 25 എത്ര ടൈംസ് 5 പോവും നോക്കിക്കേ? എത്ര ടൈംസ് പോവും? 5 ടൈംസ് പോവും അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 15. സിമ്പിൾ അല്ലേ ഇത് ചെയ്യാനായിട്ട്? നെക്സ്റ്റ് ഇതിന് നമുക്കൊരു കാര്യം കൂടെ നോക്കാം. നമ്മൾ എഴുതിയത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 75 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 75 എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻ്റ് ആണ്. 5 എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ ആണ്. ആൻഡ് നമുക്ക് ആൻസർ കിട്ടിയത് എത്രയാണ്? 15 അല്ലേ? 15 എന്ന് പറയുന്നത് കോഷ്യൻ്റ് ആണ്. ഓക്കെ, ആൻസറിൻ്റെ പേരെന്താണ്? കോഷ്യൻ്റ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 68 ഡിവൈഡഡ് ബൈ 4. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ബസ് സ്റ്റോപ്പ് വരയ്ക്കണം. ഇത് ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ആ ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു? 68 സ്റ്റുഡൻസിനെ നിർത്തി. അവരുടെ പേരാണ് ഡിവിഡൻറ്റ്. ഔട്ട്സൈഡ് ഞാനൊരു 4 സ്റ്റുഡൻസിനെ നിർത്തി. അവരുടെ പേരാണ് ഡിവൈസർ. ഇനി ഈ 6ൽ എത്ര ടൈംസ് 4 പോകും നമുക്ക് നോക്കാം. 6 ഫിംഗേഴ്സിൽ എത്ര ടൈംസ് 4 ഫോൾഡ് ചെയ്യാൻ പറ്റും? 1 ടൈം. അപ്പോൾ അവിടെ നമ്മൾ 1 എഴുതി അല്ലേ? എഗെയിൻ ബാക്കി എത്രയുണ്ട്? 1 പോയാൽ ബാക്കി 2 ഉണ്ടല്ലേ? അപ്പം നമ്മൾ ആ 2 എന്ത് ചെയ്യണം? 8ൻ്റെ സൈഡിലായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 28 ഉണ്ട്. 28ൽ എത്ര ടൈംസ് 4 പോവും? 7 ടൈംസ് പോവും അല്ലേ? സോ ആൻസർ ഈസ് 17. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 75 ഡിവൈഡഡ് ബൈ 3. എന്താണ്? 75 ഡിവൈഡഡ് ബൈ 3. ആദ്യം ഞാനൊരു ബസ് സ്റ്റോപ്പ് വരച്ചു. അതിൻ്റെ ഉള്ളിൽ ഞാൻ 75 സ്റ്റുഡൻസിനെ നിർത്തി. അവരുടെ പേര് ഡിവിഡൻറ്റ്. ഔട്ട്സൈഡ് ഞാനൊരു 3 സ്റ്റുഡൻസിനെ നിർത്തി. അവരുടെ പേര് ഡിവൈസർ. ഇനി നമുക്ക് 7 എന്ന് പറയുന്ന നമ്പർ, 7 ഫിംഗേഴ്സ് നിങ്ങളുടെ ഹാൻഡിൽ എടുക്കുക. ആ 7 ഫിംഗേഴ്സിൽ എത്ര ടൈംസ് 3 ഫോൾഡ് ചെയ്യാൻ പറ്റും നോക്കുക. എത്ര ടൈംസ് 7 ഫിംഗേഴ്സിൽ 3 ഫോൾഡ് ചെയ്യാൻ പറ്റും? ഒന്ന് നോക്കിക്കേ എത്ര ടൈംസ് ചെയ്യാൻ പറ്റുമെന്ന്. 1. എഗെയിൻ 2. എത്ര ടൈംസ്? ഇനി പോയില്ല. അപ്പോൾ 2 ടൈംസ് പോകും. അപ്പോൾ നമ്മളവിടെ 2 എഴുതി. ബാലൻസ് എത്രയുണ്ട്? 1 ഫിംഗർ ഉണ്ടല്ലേ? ആ 1 നമ്മൾ എവിടെ എഴുതണം? 5ൻ്റെ സൈഡിൽ എഴുതണം. 15ൽ എത്ര ടൈംസ് 3 പോവും? ഒന്ന് നോക്കിക്കേ, 5 ടൈംസ് പോവും അല്ലേ? അപ്പോൾ 25 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.